നമസ്കാരം സുഹൃത്തുക്കളെ, വില്ലേജ് മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഓർഗാനിക് വേഴ്സസ് ഇനോർഗാനിക് ഫാമിംഗ്. ഒരേ ദിവസം നമ്മൾ പാകി പൊടിപ്പിച്ച F1 ഹൈബ്രിഡ് എന്ന് പറയുന്ന പച്ചമുളകിൻ്റെ ഒരേ ദിവസം നമ്മൾ നട്ട് ഒരേ രീതിയിൽ അപ്പുറവും ഓർഗാനിക്കായിട്ടും ഇനോർഗാനിക്കായിട്ടും വളം ചെയ്ത് വളർത്തിയെടുത്ത് അതിൻ്റെ മുളക് കായ്ക്കുന്നത് വരെയുള്ള രണ്ടിലും മുളക് കായ്ക്കുന്നത് വരെയുള്ള വീഡിയോയാണ് നമ്മളൊന്ന് കാണിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കണേ. ഇതിൽ നമ്മൾ നിറയ്ക്കുന്നത് കരിയിലയാണ് കേട്ടോ. നല്ല വെയിറ്റുള്ളൊരു കല്ലിലോ മറ്റോ ഇതിനെ കെട്ടി വെക്കണം. ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറും അല്പം മണ്ണും കൂടെ ചേർത്ത് ഇളക്കി ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇനോർഗാനിക്കായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതിനെ നമ്മൾ ഒരു കല്ല് എന്തെങ്കിലും വെച്ച് കെട്ടി വെക്കണം. ഒരേ ദിവസം പാകി പൊടിപ്പിച്ചെടുത്ത തൈകളാണ് വെക്കുന്നത്. ഒരേ ദിവസമാണ് വെക്കുന്നത് കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇനോർഗാനിക്കിൽ NPK മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഓർഗാനിക്കിലാണെങ്കിൽ കടലപ്പിണ്ണാക്കും അതുപോലെ ചാരവും കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നട്ടതിന് ശേഷം 2 ആഴ്ച ആയിട്ടുണ്ടേ. എപ്സം സോൾട്ടാണ്, മാഗ്നീഷ്യം സൾഫേറ്റ്, ഇത് രണ്ടിനും കൊടുക്കാം കേട്ടോ. ഇനോർഗാനിക്കിൽ ചെറുതായിട്ട് പൂ മൊട്ട് വരാനുള്ള ഒരു ആരംഭമുണ്ട് കേട്ടോ. ജൈവ സ്ലറിയുടെ ആ മൂട്ടിൽ വരുന്ന ആ മട്ടിയാണ് കേട്ടോ. എൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. ഫിഷ് അമിനോ ആസിഡാണ്, അത് നമ്മൾ ഓർഗാനിക്കിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുകയാണ്. ഓർഗാനിക്കിന് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആരാണ് ഹെൽത്തി എന്ന് ചോദിച്ചാൽ ഇനോർഗാനിക് ആയിരിക്കും. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓർഗാനിക്കിന് വീണ്ടും ഫിഷ് അമിനോ ആസിഡ്.
ഓർഗാനിക്കിന് നമ്മൾ കുറച്ച് എല്ലുപൊടി കൊടുക്കുകയാണ്. കുറച്ച് ചാരവും കൂടി. ഇനോർഗാനിക്കിന് കുറച്ച് കുമ്മായിട്ട് കൊടുക്കുക. ഇനോർഗാനിക്കിൽ കായ് വന്ന സുഹൃത്തുക്കളെ നമുക്ക് കുറച്ച് NPKയും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കണ്ടോ, 4-5 കായ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഓർഗാനിക് നന്നായിട്ട് ഹെൽത്തി ആയത് കണ്ടോ. പിന്നെ കഠിനമായിട്ടുള്ള വെയിലടിക്കുമ്പോൾ നമ്മൾ രാസവളങ്ങളൊക്കെ ഇട്ട് വളർത്തുന്ന ചെടി വാടും സുഹൃത്തുക്കളെ. അതൊന്ന് നേരെയായിട്ട് വരണമെങ്കിൽ ഒന്ന് വെയിലൊക്കെ താന്ന് ഒരു 3-4 മണി കഴിയണം. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിൽ വളർത്തുന്നതിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ആദ്യമായിട്ട് കായ്ച്ചത് ഇനോർഗാനിക് ആണെങ്കിലും ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ ചെയ്ത അതിൽ ഒരുപാട് കായ്കളും വന്നിട്ടുണ്ട്, ഒരുപാട് പൂക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ 50 ദിവസമാകുമ്പോൾ നമ്മുടെ കൃഷിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇനോർഗാനിക് ആദ്യം കായ്ച്ചെങ്കിലും നല്ല ബെറ്ററായിട്ട് വന്നിട്ടുള്ളത് ഓർഗാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്